നമസ്കാരം. ഇന്ന് ഏപ്രിൽ 15 ഇന്നത്തെ പ്രാധാന്യം ഏവർക്കും അറിയാം. എന്നാൽ ഏപ്രിൽ 14 ഇത്തവണത്തെ വിഷു സംക്രാന്തി വരുന്നത്. എന്നാൽ ഉദയത്തിൽ സംക്രമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നേ ദിവസമായ ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് വിഷുക്കണി കാണുന്നതും വിഷുക്കൈനീട്ടം നൽകുന്നതും. ഒരു വർഷത്തെ മുഴുവൻ ഫലവും നമ്മൾ വിഷുപ്പുരയിൽ കാണുന്ന കണിയെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുക. എന്നാൽ കണി കണ്ടതിന് ശേഷവും ചില കാര്യങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഐശ്വര്യ ദേവതയെ നിങ്ങൾ വീടുകളിലേക്ക് വരവേൽക്കുന്ന ഒരു ദിവസമായി തന്നെ വിഷുവിനെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. അതിൽ ആദ്യത്തേതായ കാര്യം, ഇന്നേ ദിവസം ഏവരും അതിരാവിലെ ഉണരേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അത് ഏവർക്കും സാധ്യമാകാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഇന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ, നിങ്ങളുടെ വീടിന്റെ അടുത്തുപുറത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വിശേഷം തന്നെയാകുന്നു. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ നിങ്ങൾ കണി കാണേണ്ടതായിട്ടുണ്ട്. അതായത് കുടുംബത്തിലെ ഒരംഗം ഉണർന്ന് വിളക്ക് തെളിയിച്ചതിന് ശേഷം അംഗവും അതിനുശേഷം മറ്റംഗങ്ങളും വിഷുക്കണി കാണുന്നതിലൂടെ ഒരു വിഷുദിനത്തിലെ ഏറ്റവും ഐശ്വര്യപ്രദമായ സമയങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. പിന്നീട് ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യദായകം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം മുതിർന്നവർ കൈനീട്ടം നൽകുന്നതും ആ കൈനീട്ടം സ്വീകരിക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യ വർധനവിനും ആ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കും അത് സഹായകരം തന്നെയാണ്. നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. നിങ്ങൾക്കത് ഉയർച്ചയും നേട്ടങ്ങളും നൽകുകയും ചെയ്യും. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ സന്ധ്യാസമയത്തും ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. സന്ധ്യാസമയത്തും കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഇന്നേ ദിവസം സന്ധ്യാസമയത്താണ്, വൈകുന്നേര സമയത്താണ് എങ്കിലും തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കാം. ഇന്നേ ദിവസം ഐശ്വര്യത്തിന് തടസ്സം നിൽക്കുന്ന നിരവധിയാർന്ന കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കുളിക്കാതിരിക്കുക എന്ന കാര്യമാണ്. ഒരിക്കലും ഇന്നേ ദിവസം ആ കാര്യം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. കുളിക്കണം, ശുഭവസ്ത്രങ്ങൾ ധരിക്കണം. അത് കോടി വസ്ത്രങ്ങളാണ് എങ്കിൽ ഏറ്റവും വിശേഷം. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എങ്കിൽ കഴുകി ഉണക്കിയതായ വസ്ത്രങ്ങൾ, ശുഭവസ്ത്രങ്ങൾ ധരിക്കുന്നതും വിശേഷാൽ ഫലം നിങ്ങൾക്ക് നൽകും. ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ഉത്തമമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു ദിവസമാണ്. അപ്രകാരം ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ തർക്കങ്ങളാണ്, കലഹങ്ങളാണ്, ടെൻഷനാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമാകണം എന്നില്ല. എത്ര തന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചാലും വഴക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിലൂടെ ഐശ്വര്യ നഷ്ടമാണ് സംഭവിക്കുക. ശരീരശുദ്ധിക്കും മനഃശുദ്ധിക്കും ഇന്നേ ദിവസം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് നിങ്ങൾ വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇനി അഥവാ രാവിലെ നിങ്ങൾക്ക് ഈ വഴിപാട് നടത്താൻ സാധിച്ചില്ല എങ്കിൽ ഇന്നേ ദിവസം വൈകുന്നേരമാണ് എങ്കിലും നടത്തുക. കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം പായസം വീടുകളിൽ കൊണ്ടുവരുന്നതും അത് കുടുംബാംഗങ്ങൾ ഏവരും സേവിക്കുന്നതും ഉത്തമമാണ്. ഇനി അഥവാ രാവിലെ സാധിച്ചില്ല എങ്കിൽ സന്ധ്യയ്ക്കാണ് എങ്കിലും വൈകുന്നേര സമയത്താണ് എങ്കിലും നിങ്ങൾ തീർച്ചയായും ഒരല്പം പായസമെങ്കിലും നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം മുതിർന്നവർ തങ്ങളുടെ
കുട്ടികൾക്കോ അല്ലെങ്കിൽ തങ്ങൾക്ക് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ചും കൈനീട്ടം നൽകുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം വൈകുന്നേരമാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ കൈനീട്ടം നൽകുവാൻ ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവ്, ധന നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കൂടാതെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തുന്നതും ഗൃഹനാഥന്റെ പേരിൽ പുരുഷ സൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും. സന്ധ്യാസമയത്താണ് എങ്കിലും ഈ വഴിപാടുകൾ ഇന്നേ ദിവസം തീർച്ചയായും നടത്തുവാൻ ശ്രദ്ധിക്കണം. കൂടാതെ ക്ഷേത്രത്തിലെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമായ ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഇന്നേ ദിവസം ജപിക്കേണ്ടതായ മന്ത്രങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ക്ലീം കൃഷ്ണായ നമ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ സ്ഥിരമായി ജപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ മന്ത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കാം. കൂടാതെ ഇന്നേ ദിവസം സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യ വർദ്ധനവിന് ഉത്തമമാണ്. മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ വീടുകളിലേക്ക് സ്വീകരിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇന്നേ ദിവസം ദേവിക്ക് പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം രാവിലെ ഇപ്രകാരം തെളിയിക്കുവാൻ സാധിച്ചില്ല എങ്കിലും സന്ധ്യാസമയത്താണ് എങ്കിലും തീർച്ചയായും നെയ്വിളക്കും അതും 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് ഇന്നേ ദിവസം ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവി മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ ജപിക്കുന്നതും കനകധാര സ്തോത്രം നിങ്ങൾ ഒരു തവണയെങ്കിലും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിക്കുന്നതിന്, ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. എത്ര പേർ ധനപരമായ പ്രയാസങ്ങൾ നേരിടുന്നവരാണ് എങ്കിലും ക്രമേണ ധനപരമായ പ്രയാസങ്ങൾ അകലുകയും ധനപരമായ ഉയർച്ച നിങ്ങളിലേക്ക് കടന്ന് വരികയും ചെയ്യും. അതിനാൽ തീർച്ചയായും കനകധാര സ്തോത്രം ഇന്നു മുതൽ ജപിച്ച് തുടങ്ങുന്നതും ഉത്തമമാണ്. നിത്യവും ഒരു നേരമെങ്കിലും, ഒരു തവണയെങ്കിലും നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും. ഇന്നു മുതൽ ജപിച്ചു തുടങ്ങുന്നതും ഐശ്വര്യപ്രദമാണ്. രാവിലെയോ സന്ധ്യയ്ക്കോ നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം ഉറങ്ങുന്നതിന് മുൻപായെങ്കിലും തീർച്ചയായും കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം നിങ്ങൾ ഇപ്രകാരം ഭഗവാനെയും അതേപോലെ മഹാലക്ഷ്മി ദേവിയെയും ആരാധിക്കുക. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങളും അതേപോലെ തന്നെ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയോ തുളസിമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ നിന്നുമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ഇന്നേ ദിവസം നടത്താവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇന്നേ ദിവസം തുളസിമാല വഴിപാടായി നടത്തി പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്നതിന് മുൻപായെങ്കിലും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഇന്നേ ദിവസം ആർത്തവം ഉള്ളവരും പുലവാലായ്മ ഉള്ളവരും മന്ത്രങ്ങൾ ജപിക്കുന്നത് ശുഭകരമല്ല. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം, പുലവാലായ്മ അവസാനിച്ചതിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ആ സമയം നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തം അല്ലെങ്കിൽ ഗൃഹനാഥനോ ആണ് എങ്കിൽ പുരുഷ സൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. തീർച്ചയായും ഈ വഴിപാടുകൾ കൂടി നടത്തുക. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.